ഞാൻ കേട്ടതെല്ലാം സത്യം തന്നെയാ. നാദിർ സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. താൻ ആ വക്കീലന്മാരെ വിളിച്ച് പറ. ഞാൻ അവരോട് പറഞ്ഞു, പക്ഷേ അവര് രാവിലെ വരുത്തുള്ളൂ. ഇന്ന് രാത്രി എന്ത് സംഭവിക്കും? രാത്രി പോലീസുകാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മള് ശരിക്കും കുടുങ്ങി പോവില്ലേ? ഇല്ല, ഏതൊരവസ്ഥയിലും എന്റെ മകനും മരുമകളും പോലീസിന്റെ മുന്നിൽ കീഴടങ്ങില്ല. ഇനിയിപ്പോ എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഇന്ന് രാത്രി ഇവർ രണ്ടുപേരും ഇവിടെ താമസിക്കാതിരിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ താലൂക്ക്ദാർ കുടുംബത്തിലൊരു അംഗമാണ്. ഞാൻ ഈ വീട്ടിലെ മരുമകളാ, എന്നിട്ട് നിൽക്കാൻ പറ്റില്ല. അച്ഛാ, ഇനി അങ്കിള് കാരണം ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോണോ? അതെന്തായാലും നടക്കില്ല. മോനെ, ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒളിച്ചു കഴിയുക എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാ. നിങ്ങൾ ചെന്ന് മറ്റു കാര്യങ്ങൾ നോക്ക്. ശരി സാറേ. അഡ്വൈസർ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഞാൻ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു. ഞാനേ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പോയതാ. അവിടുത്തെ വിവരം എന്താന്ന് നമുക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. എന്റെ മോൾ എന്നെ വിട്ടു പോയിട്ട് ഒരു വിവരവുമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ അദ്ദേഹത്തിന് പോയി ഒരു വലിയ ഷോക്ക് കൊടുക്കണം. നീ പറഞ്ഞു വരുന്നത്? കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. തീരുമാനം എടുക്കുമ്പോ ആരും പതറാൻ പാടില്ല. അല്ല, അത് ഞാൻ എങ്ങനെയാ ചെയ്യുന്നേ? നിങ്ങളുടെ തലച്ചോറിൽ ഇച്ചിരി പുകയിട്ട് നോക്ക്. എന്ത് തീ വെക്കാനോ? തീ വെക്കാൻ അല്ല, ഞാൻ പറഞ്ഞു വന്നതേ ബ്രെയിൻ ഇച്ചിരി ചൂടാവട്ടെന്നേ. ഇപ്പൊ ഒരു ഗോഡൌണിനകത്താന്ന് കരുതിയാ മതി. ഇടയ്ക്കിടയ്ക്ക് ചൂടാവട്ടെന്നേ. എന്നാൽ മാത്രല്ലേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്താണോ? എത്ര ചീപ്പായിട്ടാ ഇതൊക്കെ ആലോചിക്കുന്നേ? ഇത് തീ കൊണ്ടുള്ള കളിയാ. എല്ലാം നശിപ്പിച്ചേ അടങ്ങുമല്ലേ? ഇത്രയും നാളും ഞാൻ ആരെയാണോ വിശ്വസിച്ചിരുന്നത്? അവർ അവസാന നിമിഷം എന്നെ ചതിച്ചു. ഇന്ന് എനിക്ക് ആരുമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾ ജയിക്കണമെങ്കിൽ മറ്റൊരാൾ തോക്കണം. അങ്ങനെ സംഭവിക്കരുത്. ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയമായി മാറരുത്. ഒരു മകളുടെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മകളുടെ അച്ഛൻ എപ്പോഴും അഭിമാനത്തോടെ ജീവിക്കണം. നീ പറയുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, അത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അതിന് മാത്രമേ കൊള്ളൂ. ആലോചിക്കാതെ എടുത്തു ചാടി ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. കാജില നമ്മുടെ മോളല്ലേ? ഞാൻ അവളുടെ അമ്മയാ. നീയും താലൂക്ക്ദാർ ഫാമിലിയിലെ ഒരു മരുമോളാണ്. താലൂക്ക്ദാർ ഫാമിലിയിലെ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തലയിടാൻ പാടില്ല. അതിന് ഞങ്ങൾ ആണുങ്ങൾ അനുവദിക്കില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അവള് നമ്മുടെ കുട്ടിയാണെന്ന് ഓർക്കണം. എന്റെ മകൾക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. വേണ്ട, അത് വേണ്ട. അവളുടെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എനിക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ തെറ്റാ ചെയ്യുന്നത്, വലിയൊരു തെറ്റാ ചെയ്യുന്നത്. ഒരുപാട് കഴിവുണ്ടെന്ന് വിചാരിച്ച അവസാനം അത് ഒന്നും അല്ലാതാക്കി തീർക്കും. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ സാറേ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അതുപോലെ എല്ലാം നശിപ്പിക്കേ, എല്ലാം കത്തിച്ച് ചാമ്പലാക്ക്. താലൂക്ക്ദാർ കുടുംബത്തിലെ ആൾക്കാരൊക്കെ സിംഹങ്ങളെ പോലെയാ സാറേ. സാർ ഒന്നിനും വിഷമിക്കണ്ട. സാറ് പറഞ്ഞ പോലെ ചെയ്തേക്കാം കേട്ടോ. കാജല, നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അദ്ദേഹം പോലീസുകാരെ കൂട്ടിക്കൊണ്ടു വന്നാ നിനക്ക് അവരുടെ കൂടെ പോയേണ്ടി വരും. ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഈ മൂക്കുത്തി പോലും അഴിച്ചു വെക്കേണ്ടി വരും മോളെ. ഈ മൂക്കുത്തി എന്റെ അഭിമാനവും അവകാശവുമാണമ്മേ. ഇത് വെറും ഒരു ആഭരണം മാത്രമല്ല, ഇതൊരു പാലമാണ്. പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പാലം. പിന്നെ ഞാൻ എന്തിനാ ഇത് ഊരി വെക്കുന്നത്? ഞാൻ മരിക്കുന്നതുവരെ ഇത് എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അത് ഞാൻ തരുന്ന വാക്ക് മോളെ. എവിടെയാ പിഴച്ചെന്ന് ഒരു പിടിയില്ല. എന്തൊക്കെയാ സംഭവിച്ചത്? അങ്കിളിപ്പോ പോലീസിന്റെ അടുത്തേക്ക് പോയിരിക്കുക. ഒരു സഹോദരനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പക്ഷേ പോലീസുകാർ വന്നാലേ ഫത്തേപൂർ അല്ലെങ്കിൽ ജഹാൻപൂർ വഴിയായിരിക്കും വരിക. രണ്ട് സ്ഥലത്തും ഞങ്ങൾ കാവലിരിക്കാം. നീ വിഷമിക്കണ്ട. നീ പേടിക്കണ്ടടാ. പോലീസല്ല, ഒരു ഈച്ച പോലും നിന്നെ തൊടാതെ ഞങ്ങൾ നോക്കാം. ഞാനൊരാൾ കാരണം നിങ്ങളെല്ലാവരും പ്രശ്നത്തിലായില്ലേ? എന്താടാ ഇത്? നീ എന്ത് പ്രാന്താ പറയുന്നേ? എന്റെ ഹൃദയം വല്ലാതെ മിടിച്ചോണ്ടിരിക്കുക. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങുക. നിങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്ക്. പോലീസ് എത്തി അത് പ്രശ്നമാവും. നമ്മൾ ഇനിയും വൈകിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഉടനെ തന്നെ പോകാം. പോകാം. വാടാ.
എന്നാ സാർ ഇത് പിടിച്ചോളൂ, താക്കോല്. സാറേ, അഡ്വൈസറെ, സ്വന്തം മക്കൾ കാരണം ഞാനും അവനുമായി ഏറ്റുമുട്ടുമ്പോ തെറ്റുകാരായിരിക്കും? അച്ഛന്മാരോ അതോ കുട്ടികളോ? നോക്ക് എന്റെ ഖാദർ സാറേ, ഈ പാപം പുണ്യം ഇതെല്ലാം വെറും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ സാറേ. എല്ലാം വെറും ടെമ്പററി കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവി മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതാ പ്രധാനം. ആ 2 കുട്ടികൾ എന്റെ ജീവനാ. അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച അതെന്നെ നെഞ്ചത്തടിച്ചതുപോലെ ഒരു വേദന ഉണ്ടാക്കും. എനിക്കെന്നും അവനെ അത്രമാത്രം ഇഷ്ടമായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ശരീരത്തിൽ ആ ഭാഗം ചീഞ്ഞുപോയി. നാദിർ സാറേ പെണ്ണിന്റെ അച്ഛനാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നു പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സാറേ. ആ വക്കീലന്മാര് നാളെ ഇങ്ങോട്ടൊന്ന് വരട്ടെ, എല്ലാ പ്രശ്നങ്ങളും തീരും, എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. പിള്ളേരകത്തിരുന്നോട്ടെ. നമ്മളിനി ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല സാറേ, അത് റിസ്കാ. വാ സാറേ പോവാം. നീ എന്നോട് ക്ഷമിക്കും മോനെ. ഓ മൈ ഗോഡ്, നിന്നെ കാണാൻ ശരിക്കൊരു മണവാട്ടി പോലെ ഉണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കെ. എന്നെ ഇങ്ങനെ ഒരുക്കിയത് അമ്മയാ. നീ എന്താ ആലോചിക്കുന്നത്? നമ്മുടെ വെഡിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നീ എന്റെ ഭാര്യ മാത്രമല്ല, താലൂക്ക്ദാർ ഫാമിലിയിലെ ഒരേ ഒരു മരുമകളാ നീ. വെഡിങ് സെലിബ്രേഷൻ എന്ന വാക്ക് എന്റെ ലൈഫിൽ നിന്ന് തന്നെ എന്നേക്കുമായി പോയിന്നാ തോന്നുന്നത്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. പക്ഷെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നാ. പക്ഷെ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ആ കാര്യം ഓർത്ത് വിഷമിക്കരുത്. അങ്കിൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കോളും. ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. എന്നെ കൊണ്ട് അതിന് കഴിയുകയില്ല. നീ മാത്രമല്ല, നീ പണിഞ്ഞിരിക്കുന്ന നിന്റെ മൂക്കിലെ ആ മൂക്കുത്തിയില്ലേ, അത് റോഷൻ മഹാജന്റെ പെരുമയുള്ളതാ. അതുകൊണ്ടാ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട. ഞാനിപ്പോ നിന്റെ ഭാര്യ മാത്രോ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഞാൻ നിനക്ക് ഒരു വെഡിങ് ഗിഫ്റ്റ് തരട്ടെ? ഏയ്, ആദ്യം നിന്റെ റിട്ടേൺ ഗിഫ്റ്റ് എടുത്തോ, എന്നിട്ട് നിന്റെ ഗിഫ്റ്റ് താ. എന്നിട്ട് സ്നേഹത്തിന്റെ ബൊക്കെ ഓപ്പൺ ചെയ്താൽ മതി.